Hi, Namaste. Welcome back, viewers. Welcome back to my channel, Vinchera. സ്റ്റോക്കിൽ ട്രേഡ് ചെയ്യുന്നവർക്ക് മോർണിംഗിൽ വളരെ കൺഫ്യൂസിംഗ് ആണ്. ഏത് സ്റ്റോക്കിൽ എടുക്കണം, അതേപോലെ പ്രോപ്പർ എൻട്രിയും എക്സിറ്റും റിവേഴ്സൽ മെയിനായിട്ട് എക്സിറ്റ് ചെയ്യുന്ന പോയിന്റ് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ട് നമുക്ക് വളരെയധികം ഉണ്ടാകാറുണ്ട്. അപ്പം ഇന്നത്തെ ട്രേഡ് ഞാൻ കാണിക്കുന്നത് LNTയുടെയും RVNLന്റെയും ചാർട്ടാണ്. അപ്പോൾ ഇന്ന് മോർണിംഗിൽ തന്നെ നമുക്ക് നല്ല പ്രോഫിറ്റ് എന്ന സ്റ്റോക്കാണ്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ സോഫ്റ്റ്വെയർ സ്കാനിലൂടെ കണ്ടുപിടിക്കാം. നമുക്ക് മോർണിംഗിൽ തന്നെ നമുക്ക് ഏത് ട്രേഡുകളാണ് നല്ല പോസിറ്റീവായിട്ട് പോകുന്നത്, നല്ല ബൈ പോകുന്ന നല്ല സ്റ്റോക്കുകൾ നമുക്ക് ആദ്യം വാച്ച് ലിസ്റ്റ്, നമ്മൾ ട്രേഡ് ചെയ്യുന്നത് നമ്മൾ വോളിയം സ്റ്റോക്കിൽ ഇവിടെ വാച്ച് ലിസ്റ്റ് നമുക്ക് മെയിനായിട്ട് വരുന്ന സ്റ്റോക്കിൽ ഇവിടെ ഇങ്ങനെ വാച്ച് ലിസ്റ്റ് ഇങ്ങനെ ആഡ് ചെയ്യാൻ പറ്റും. നമുക്ക് ആഡ് ചെയ്തിട്ട് നമുക്ക് സ്കാനർ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് മാർക്കിൻ്റെ ട്രെൻഡ്, ഇപ്പം നല്ല വോളിയം ഉള്ളൊരു 10-15 സ്റ്റോക്ക് ആഡ് ചെയ്യുക, സ്കാനർ സെറ്റ് ചെയ്താൽ നമുക്ക് ട്രെൻഡ്, ഇപ്പം മാർക്കറ്റ് നല്ല ബുള്ളിഷ് പോകുന്ന ഏതാണ്, ബിയർഷിപ്പ്, ഇപ്പോൾ RVNL നല്ല ബൈ ആണ്, അതേപോലെ തന്നെ ഈ 2 സ്റ്റോക്കിലും നല്ല ബൈ ആണ് പോകുന്നത്. അപ്പം അതിനകത്ത് നമുക്ക് ബൈ പോകുന്നത് നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ സാധിക്കും. ഇപ്പം ട്രെൻഡ് ഐഡന്റിഫൈ ചെയ്ത ട്രേഡ് ഇപ്പം നല്ലതായിട്ട് ബൈ കയറുന്നുണ്ട്. അപ്പോൾ ആ ട്രേഡ് പോകുന്ന ട്രേഡുകൾ നമുക്ക് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ് നമുക്ക് ഈ സ്കാനർ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ. പിന്നെ ഇതിനകത്ത് ട്രേഡ് എങ്ങനെ ചെയ്യാം, ഇതിനകത്ത് ഒരു ഫേക്ക് ആയിട്ടുള്ള റിവേഴ്സൽ അവോയ്ഡ് ചെയ്യാൻ പറ്റുന്നത് എങ്ങനെയെന്ന് പറഞ്ഞുതരാം. സിമ്പിളാണ്. ഇപ്പോൾ ഇത് RVNL ചാർട്ടാണ്. ഇപ്പോൾ ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ലൈവ് റേറ്റ് കാണാം. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ലൈവ് മാർക്കറ്റിൻ്റെ റേറ്റ് നമുക്ക് ഈ കോണിൽ കാണാം. ഇതിനകത്ത് ഗ്രീൻ ആണ് ബൈ, റെഡ് ആണ് സെല്ല്. അപ്പോൾ ഇതിൽ നമുക്ക് ബൈ വരുമ്പോൾ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ്, ടൈമിങ്, എൻട്രി പോയിന്റ്, ടാർഗറ്റ് താഴെ കൊടുക്കും. അപ്പോൾ ഇത് കൺഫേം ആയിട്ട് എടുത്ത് വെച്ചാൽ മതി. ഇപ്പോൾ ഇവിടെ ബൈ വരുന്ന സമയത്ത് താഴെ ഗ്രീൻ ആകണം, ക്യാൻഡിൽ കളർ ഗ്രീൻ ആവണം. അപ്പോൾ അത് രണ്ടും ഓക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ കൺഫേം ആകുന്നുണ്ടെങ്കിൽ നല്ല ട്രേഡ് ആയിരിക്കും, അവിടെ നമുക്ക് എടുക്കാം. ഇപ്പോൾ ഒരു ട്രേഡ് മിസ് ആയി നെക്സ്റ്റ് ബാക്ക് ട്രേഡ് നോക്കിയാൽ മതി. ഇപ്പോൾ ഇവിടെ തിരിച്ച് പിന്നെ ഇറങ്ങി തിരിച്ച് കയറി. ഇപ്പോൾ ഇവിടെ നെക്സ്റ്റ് ട്രേഡ് ഉണ്ട്, ഇവിടെ റെസിസ്റ്റൻസ് സ്ട്രോങ് ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ലാസ്റ്റ് പോയ ട്രേഡ് നമ്മൾ 459 എടുത്തത് അപ്രോക്സിമേറ്റ് 67 വരെയൊക്കെ പോയിട്ടുണ്ട്. നല്ലൊരു ട്രേഡ് ആയിരുന്നു. അപ്പോൾ ലാസ്റ്റ് പിടിച്ച ട്രേഡ് നമ്മൾ എടുത്തിരുന്നെങ്കിലും നല്ലൊരു റിട്ടേൺസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൂടാതെ നമുക്ക് മോർണിംഗിൽ കഴിഞ്ഞ ദിവസം ക്ലോസിംഗിൽ വന്ന ബൈഡ് തന്നെ കണ്ടിന്യൂഷൻ ആയിട്ട് പോയി. അത് രാവിലെ റെസിസ്റ്റൻസ്, ഇപ്പോൾ ഇവിടെ രാവിലെ മോർണിംഗിൽ ഓപ്പൺ ആയ ശേഷം ബ്രേക്ക് ഔട്ട് പോകാതെ തിരിച്ചിറങ്ങാൻ നോക്കിയിട്ടാണ് പിന്നെ ബ്രേക്ക് ചെയ്ത് കയറുന്നത്. അപ്പോൾ ഇവിടെ റെസിസ്റ്റൻസ് കട്ട് ചെയ്ത് ട്രേഡ് വന്നിട്ടുണ്ട്, അവിടെ റീ എൻട്രി തരും നമുക്ക്. അപ്പോൾ ഇല്ലെങ്കിൽ നമുക്ക് ആ ബ്രേക്ക് ഔട്ടിൽ നമുക്ക് അവിടെ നിന്ന് എടുക്കാം. അവിടെ നേരെ കയറി. ഇപ്പോൾ ഇടയ്ക്ക് ചെറിയൊരു ഡൗൺ കാണിച്ചെങ്കിലും നമുക്ക് അവിടെ കൺഫർമേഷൻ ആയിട്ട് നമുക്ക് തന്നിട്ടില്ല. അതായത് സെല്ല് തന്നിട്ടുണ്ടെങ്കിലും താഴെ നമുക്ക് റെഡ് തന്നിട്ടില്ല. അപ്പോൾ ഇവിടെ താഴെ റെഡ് കാണിക്കാത്ത സ്ഥിതിക്ക് നമുക്ക് ആ ട്രേഡ് എടുക്കണം. പൊസിഷൻ എക്സിറ്റ് ചെയ്യാൻ ഇവിടുന്ന് ട്രെൻഡ് ലൈൻ വെച്ച് ഡൗൺ ആയ സമയത്ത് നമുക്ക് ഈ ക്യാൻഡിലെ പകുതിക്ക് വെച്ച് കട്ട് ചെയ്യാം നമുക്ക് പൊസിഷൻ. തിരിച്ച് രണ്ടാമത് കയറുമ്പോൾ നമുക്ക് എൻട്രി എടുത്ത് വെച്ചാൽ മതി. അപ്പോൾ ഇവിടെ സോഫ്റ്റ്വെയർ ഇന്നത്തെ ട്രേഡിൽ നമുക്കിവിടെ ഒരു ബൈറ്റ് തന്നെയാണ് തന്നെ. ഇടയ്ക്ക് ഒരു ഡൗൺ ഇറങ്ങിയിട്ടും അവിടെ സെൽ ട്രേഡ് ആയിട്ട് പറഞ്ഞിട്ട് ഇല്ല. ഓക്കെ, അപ്പോൾ ഈസിയാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട്. ഒരു ട്രേഡിന്റെ ആക്യുറസി മനസ്സിലാക്കാൻ നമ്മുടെ സോഫ്റ്റ്വെയർ ലേറ്റസ്റ്റ് വേർഷനിൽ വളരെ ഈസിയാണ്. നമുക്ക് ബിഗിനേഴ്സിന് മനസ്സിലാവുന്ന സ്ട്രാറ്റജിയാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാം. ഒരു ഫേക്ക് ആയിട്ടുള്ള അപ്പ് ഡൗൺസ് എല്ലാം തിരിച്ചറിയാൻ പറ്റുന്ന സ്ട്രാറ്റജി തന്നെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് നമുക്ക് ACCയുടെ ചാർട്ട്, ACC അല്ല LNTയുടെ ചാർട്ട് നമുക്ക് കാണിക്കാൻ പറ്റും. ഇന്നത്തെ LNTയുടെ ചാർട്ട്, ഇന്നത്തെ LNTക്ക് ഇതുപോലെ തന്നെയാണ്. രാവിലെ മാർക്കറ്റ് ഡൗണിൽ ഓപ്പൺ ആയ ശേഷം നമുക്ക് തിരിച്ച് മാർക്കറ്റ് ബൈയിലേക്ക് കയറി നമുക്ക് നല്ലൊരു ബൈ ട്രേഡ് ആയി തിരിച്ച് പിന്നെ ഇറങ്ങി നമുക്ക് പിന്നെ കയറിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ടോട്ടൽ നോക്കുകയാണെങ്കിൽ 38,480 നമ്മൾ ട്രേഡ് പിടിച്ച് രണ്ടാമത് നല്ല ഹൈക്ക് പോയിട്ടുണ്ട്. 3882 വരെയൊക്കെ പോയിട്ടുണ്ട്. നല്ലൊരു റിട്ടേൺസ് ആണ് നമുക്ക് കിട്ടിയത്. നല്ലൊരു ട്രേഡ് ആണ്. ഇപ്പം ഇവിടെ എക്സിറ്റ് ചെയ്തിട്ട് രണ്ടാമത് തിരിച്ച് പിന്നെ എൻട്രി എടുത്താലും നമുക്ക് നല്ല റിട്ടേൺസ് ആയിരുന്നു. 521 പിന്നെയും മാർക്കറ്റ് പോയിട്ടുണ്ട്. ലാസ്റ്റ് ഇപ്പോൾ സൈഡ് വേസ് ആണ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും എക്സാമ്പിൾ ഞാൻ ഇന്നത്തെ TCSന്റെ സിഗ്നൽ ഞാൻ കാണിച്ചു തരാം. ഇന്നത്തെ TCSന്റെ സിഗ്നൽ നോക്കുകയാണെങ്കിൽ നമുക്ക് രാവിലെ ഒരു ഗ്യാപ് ഡൗണിൽ നമുക്ക് മാർക്കറ്റ് അടിച്ചതിന് ശേഷം തിരിച്ച് ഇടയ്ക്കൊരു അപ് ട്രെൻഡ് ഇവിടെ പോയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് സോഫ്റ്റ്വെയർ ബൈ തന്നിട്ടില്ല. അപ്പോൾ ക്യാൻഡിൽ സ്റ്റിക്കിൽ നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ ഇവിടെ ഒരു അപ് ട്രെൻഡ് കാണിക്കും. അപ്പോൾ നമ്മളിവിടെ കയറി എടുക്കുകയും ചെയ്യും, തിരിച്ച് മാർക്കറ്റ് ഇറങ്ങുകയും ചെയ്യും. അപ്പോൾ ഇവിടെ നമുക്ക് സോഫ്റ്റ്വെയർ എന്താ തന്നിരിക്കുന്നത്, അവിടെ റെഡ് എന്ന് തന്നെ തന്നിട്ടുണ്ട്, ഇവിടെ ഒരു ബൈ ട്രേഡ് ഇല്ലെന്ന് തന്നിട്ടുണ്ട്. അതേപോലെ തിരിച്ചിറങ്ങി ഹോളോ ക്യാൻഡിൽസ് അവിടെ കാണിച്ചിട്ടുമുണ്ട്. അത് കഴിഞ്ഞിട്ട് തിരിച്ച് മാർക്കറ്റ് ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ബൈ ട്രേഡ് കയറി ഇവിടെ എക്സിറ്റ് അടിക്കുന്നതിന് മുമ്പ് നമുക്ക് കളർ ചേഞ്ച് കാണിച്ചു തന്നു. അപ്പോൾ ഇത് സൈഡ് വേസ് മനസ്സിലാക്കാൻ നമുക്കൊരു ട്രേഡ് നമ്മൾ അഥവാ ട്രേഡ് എടുത്തു കഴിഞ്ഞാലും ഇടയ്ക്ക് പോകുന്ന റിവേഴ്സലുകൾ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ ഈ ലേറ്റസ്റ്റ് വേർഷനിൽ വളരെ എളുപ്പമാണ്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് കോൺടാക്ട് ചെയ്യുക. താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നമ്പർ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു.